സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സജീവ സാന്നിധ്യവും സംഘടനയ്ക്കു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായ പണ്ഡിത വരേണ്യരായിരുന്നു മഹാനായ ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ, തലശ്ശേരി, മാഹി, ചൊക്ലി പ്രദേശങ്ങളിൽ സമസ്തയ്ക്കു വേണ്ടി പ്രയത്നിക്കുകയും ആ നാട്ടുകാരുടെ അത്താണിയും അവസാന വാക്കുമായിരുന്നു മഹാനായ ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകനും അതിൻ്റെ സ്ഥാപകകാല നേതാക്കളിൽ ഒരാളുമായ മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ പേരമകൻ എന്ന പേരിൽ ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസിദ്ധനായി. മഹാനായ അല്ലാമ കുത്തുബി തങ്ങളുടെ ഒരു പാരമ്പര്യവും അവിടുന്ന് കൈരളിക്ക് സമ്മാനിച്ച ആത്മീയമായ വഴികളും രീതികളും പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിന് കൈമാറിയ മഹാനായിരുന്നു ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവ് എന്നതിലപ്പുറം നിരവധി അദ്കാറുകളും ത്വരീഖത്തുകളും കൈകാര്യം ചെയ്തിരുന്ന വലിയ മഹാനുമായിരുന്നു കഴിഞ്ഞ ദിവസം വഫാത്തായ ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ. കുത്തുബി തറവാട്ടിലെ ഒരു പണ്ഡിത കാരണവർ കൂടി വിട പറയുമ്പോൾ അത് കേരളത്തിൻ്റെ മുസ്ലിം സമൂഹത്തിന്, ആത്മീയ കൈരളിക്ക് വലിയ ഒരു നഷ്ടം തന്നെയാണ്. മഹാനായ അല്ലാമ കുത്തുബി തങ്ങളിലൂടെയും C.H. ഇബ്നു കുത്തുബിയിലൂടെയും കൈമാറി വന്ന ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ണികളിൽ ഒരാളായിരുന്നു ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ. കുത്തുബി തറവാടിൻ്റെ പാരമ്പര്യവും പൈതൃകവും പറയുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ്. അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരെ പോലെയും അയനിക്കാട് അബൂബക്കർ മുസ്ലിയാരെ പോലെയുമുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ ആ തറവാടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ സ്വീകാര്യരായ ഒട്ടനവധി പണ്ഡിതന്മാർ ആ തറവാട്ടിൽ നിന്നും വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് അവസാനത്തെ ഒരു കണ്ണിയായി, അല്ലെങ്കിൽ പഴയ തലമുറയെയും പുതിയ തലമുറയെയും ബന്ധിപ്പിച്ചിരുന്ന ഒരു കണ്ണിയായിരുന്ന ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ നമ്മോട് വിട പറഞ്ഞത് നമുക്ക് വലിയ നഷ്ടമാണ്. മുസ്ലിം കൈരളിക്ക് വലിയ നഷ്ടമാണ്. 1938 ജൂൺ 10 കണ്ണൂർ ജില്ലയിലാണ് ബഹുമാനപ്പെട്ട ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ ജനിക്കുന്നത്. കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ പുത്രിയായ കുഞ്ഞിപ്പാത്തുമ്മയുടെയും അതുപോലെ തന്നെ പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന സഈദ് മുസ്ലിയാരുടെയും മകനായിട്ടാണ് മഹാനവറുകൾ ഈ ലോകത്തേക്ക് ജനിക്കുന്നത്. ഒട്ടനവധി ദർസുകളിൽ പഠനം നടത്തി. പട്ടിക്കാട് ജാമിയ വിവിധ ഭാഗങ്ങളിൽ പള്ളി ദർസുകളിൽ പഠിച്ച് പിന്നീട് ഉപരിപഠനത്തിനായി പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് ചെന്ന് അവിടെ നിന്ന് മഹാശീർഷരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് പഠനകാലത്തു തന്നെ ജാമിയയിലെ വിദ്യാർത്ഥി സംഘടനയായ നൂറുൽ ഉലമയുടെ പ്രസിഡന്റായി കടന്നു വന്ന് സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങളും സേവനങ്ങളും ചെയ്യാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് സാധിച്ചു. ജാമിയയിലെ പഠനത്തിനു ശേഷം വിവിധ ഭാഗങ്ങളിൽ പള്ളികളിൽ ദർസ് നടത്തുകയും ഒട്ടനവധി ശിഷ്യന്മാരെ വളർത്തിയെടുക്കുകയും ചെയ്യാൻ ഉസ്താദിന് സാധിച്ചു എന്നത് അവിടുത്തെ ജീവിതത്തിൻ്റെ, അവിടുത്തെ വൈജ്ഞാനികമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മാമിൻ മുസ്ലിമിൻ യമൂതു ഫി യൗമിൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് വിടുതി ചെയ്തു കൊടുക്കും, സംരക്ഷണം നൽകും എന്ന് തിരു ഹദീസിൽ കാണാൻ കഴിയും. ഉസ്താദിന്റെ ആഗ്രഹം പോലെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം ഒരു വെള്ളിയാഴ്ചയുടെ സുഹൃതത്തിൽ തന്നെ മരണപ്പെടാൻ, ഒരു വെള്ളിയാഴ്ചയുടെ മഹത്വത്തിന്റെ പ്രഭ നിറഞ്ഞു കത്തുമ്പോൾ തന്നെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകിയത് ആ പണ്ഡിതന്റെ
ജീവിതത്തിലെ വിശുദ്ധി കൊണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ മഹാനായ അല്ലാമ ഖുതുബിയിലൂടെ കൈവന്ന ഹദ്ദാദ് റാത്തീബുണ്ട്, അസ്മാഉൽ ബദറുണ്ട്. അതിനെയെല്ലാം കൈകാര്യം ചെയ്യുകയും അതിൻ്റെ എല്ലാം ഇജാസത്തുകൾ വിവിധ മേഖലകളിലേക്ക് എത്തിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം ഗ്രന്ഥങ്ങൾ അടിച്ചിറക്കി പ്രത്യേക ക്രോഡീകരണങ്ങൾ നടത്തി മഹാനായ ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ അതിനുവേണ്ടിയുള്ള സേവനങ്ങൾ നടത്തി. ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ മഹാനായ അല്ലാമ ഖുതുബി തങ്ങളുടെ പേരിലുള്ള ഖുതുബി തങ്ങൾ നൽകിയിരുന്ന ഇജാസത്തിന്റെ ഹദ്ദാദിന്റെ ഇജാസത്തിന്റെ രേഖ അത് ബഹുമാനപ്പെട്ടവർ നിരവധി കോപ്പികൾ അച്ചടിച്ച് അത് വിതരണം ചെയ്യാൻ ഹദ്ദാദിന്റെ ഒരു സേവകനായി ബഹുമാനപ്പെട്ടവർ അതിനുവേണ്ടി ഖിദ്മത്തെടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ പിതാവിന്റെ രചനയിൽ പിറന്ന ബദർ മൗലിദ്, പ്രത്യേകിച്ചും മഹാനായ ഖുതുബി തങ്ങളിലൂടെ കൈമാറി വന്ന അസ്മാഉൽ ബദറിന്റെ രേഖകൾ അത് അച്ചടിച്ച് വിതരണം ചെയ്യുകയും ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയും അതിനുവേണ്ടിയുള്ള ഇജാസത്ത് കൈമാറുകയും ചെയ്ത് വലിയ പ്രസിദ്ധമായ ബദരീങ്ങൾക്കും മഹത്തായ ഹദ്ദാദ് റാത്തീബിനും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നടത്തിയ സേവനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇങ്ങനെ ആത്മീയതയുടെ വഴിയിൽ സമൂഹത്തെ അടിയുറപ്പിച്ചു നിർത്തുകയും അതോടൊപ്പം സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ക്രിയാത്മകമായ പങ്കുവഹിക്കുകയും ചെയ്ത വലിയ മഹാനായിരുന്നു ടി.എസ്. ഇബ്രാഹിം മുസ്ലിയാർ. വീട്ടിൽ വിശ്രമത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും, അവശതകൾ അനുഭവിച്ച് വിഷമങ്ങൾ അനുഭവിച്ച് വീട്ടിൽ വിശ്രമത്തിലായിരിക്കുന്ന അവസരത്തിൽ പോലും തന്നെ കാണാൻ വരുന്നവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചിരുത്തി അവരോട് സംസാരിച്ച് അവരോട് നല്ല രൂപത്തിൽ പെരുമാറിയ ഏറ്റവും നല്ല സ്വഭാവ മഹിമയുടെ ഒരു മാതൃക കൂടിയായിരുന്നു ഉസ്താദ് അവറുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രത്തോളം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ മേഖലകളിലേക്ക് ഉസ്താദായി നിറങ്ങി. ഒട്ടനവധി മഹല്ലുകൾ, ഒട്ടനവധി പ്രദേശങ്ങളിൽ ഖളാ വഹിച്ച് ആ നാടിനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കാനും ഉസ്താദ് അവറുകൾക്ക് സൗഭാഗ്യമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉസ്താദ് അവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനോടൊപ്പം അവിടുത്തെ പ്രപിതാക്കളായ അല്ലാമ ഖുതുബി തങ്ങളോടൊപ്പം അവിടുത്തെ പരമ്പരകളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.